ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. എച്ച് വിനോദ് സംവിധാനം ചെയ്ത ദളപതി വിജയുടെ ജനനായകൻ ഇതാ 260 കോടി കടക്കുന്നു എന്നുള്ള വാർത്തകളാണ് 7-ാം ദിനം എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനോടകം തന്നെ റെക്കോർഡ് വേഗത്തിൽ 200 കടന്ന് 250 കോടിയും കടന്ന് സിനിമ കുതിച്ചു പായുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടുതൽ വീഡിയോസുമായി നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. എന്തായാലും ജനനായകൻ്റെ വിശേഷങ്ങളിലേക്ക് കടന്നു വരാം. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമയ്ക്ക് 13 കോടി 70 ലക്ഷം രൂപയാണ് 6 ദിവസം കൊണ്ട് നേടിയത് എന്നുള്ള കണക്കുകൾ വരുന്നു. ഇന്നത്തോടെ സിനിമയ്ക്ക് 14.5 കോടിക്കടുത്ത് ലഭിക്കുമെന്നുള്ളത് ഉറപ്പാകുക. അതായത് നാളെ കൊണ്ട് 15 കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഈ ഒരു സിനിമ നേടുന്നു എന്നുള്ളതാണ്. തമിഴ്നാട്ടിൽ നിന്ന് മാത്രമേ ഈ സിനിമ 100 കോടി കടന്നിരിക്കുന്നു 6 ദിനങ്ങൾ കൊണ്ട്. ഓവർസീസിൽ നിന്ന് 70 കോടിക്ക് മുകളിലും അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഈ ഒരു സിനിമയുടെ കണക്കുകൾ. നമുക്ക് ആദ്യം തമിഴിലെയും കാര്യങ്ങളുമൊക്കെ ആയിട്ടൊന്ന് കടന്നു വരാം. അതിനുശേഷം കേരള ബോക്സ് ഓഫീസ് കളക്ഷനുമായിട്ട് വരാം എന്നുള്ളതാണ്. തമിഴിൽ 9ാമത്തെ 200 കോടിയാണ് വിജയ് നേടുന്നത്. അതായത് വിജയ് സിനിമയുടെ 9ാമത്തെ, വിജയുടെ മാത്രം 9ാമത്തെ ചിത്രമെന്ന് തന്നെ പറയാം. കഴിഞ്ഞ മണിക്കൂറിൽ സിനിമയുടേതായി വിറ്റുപോയത് 5400ഓളം ടിക്കറ്റുകൾ. ഇന്ന് രാവിലെ 7 മണി തൊട്ട് വിറ്റുപോയിരിക്കുന്നത് ഏകദേശം 51,000ഓളം ടിക്കറ്റുകൾ എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ജനനായകൻ്റെ കർണാടക ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് കടക്കുകയാണെങ്കിൽ സിനിമയുടെ 6 ദിനത്തെ ഗ്രോസ് കളക്ഷൻ പുറത്തു വന്നിരിക്കുന്നു. 27 കോടി 5 ലക്ഷം രൂപ. ഡിസ്ട്രിബ്യൂട്ടർ ഷെയറായിട്ട് 12 കോടി 75 ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് നേടിയിരിക്കുന്നത്. എന്താണേലും വെറും 6 ദിനം കൊണ്ട് 27 കോടി നേടിയ ചിത്രം 50 കോടിക്ക് മുകളിൽ തൂക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. തമിഴ് വേർഷൻ 25 കോടിക്ക് മുകളിലും തെലുങ്ക് വേർഷൻ 66 ലക്ഷം രൂപയും ഹിന്ദി 57 ലക്ഷം രൂപയും നേടി മുന്നോട്ട് കുതിക്കുന്ന കാഴ്ചയാണ് അവിടെ കാണാനുള്ളത്. തമിഴിൽ റെക്കോർഡ് വേഗത്തിൽ സിനിമ 100 കോടി എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. ഇനിയും ഇന്നലത്തെ മൊത്തത്തിൽ ഇന്ത്യ ഗ്രോസ് ഒന്ന് നോക്കാം. 9 കോടി 80 ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. നമുക്കറിയാം മിഡ് വർക്കിംഗ് ഡേ ആണ്, ലീക്ഡ് സിനിമയാണ് എന്നുള്ളത് എടുത്തു പറഞ്ഞുകൊള്ളട്ടെ. എന്നിട്ട് പോലും ഒരു സിനിമയുടെ കളക്ഷൻ അമ്മാതിരി പടക്കൂറ്റനായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. 5 കോടി 55 ലക്ഷം രൂപ ഇന്നലെ തമിഴ്നാട്ടിൽ നിന്ന് നേടിയ ചിത്രത്തിന് കർണാടകത്തിൽ നിന്ന് 1 കോടി 3 ലക്ഷം രൂപ നേടാൻ കഴിഞ്ഞപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 58 ലക്ഷം രൂപയും ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് 85 ലക്ഷം രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1 കോടി 79 ലക്ഷം രൂപയുമാണ് സിനിമ നേടിയിരിക്കുന്നത്. ഹയസ്റ്റ് ഗ്രോസർ തമിഴ് ഫിലിം ഇൻ 2026 എന്നുള്ള ലെവലിലേക്ക് സിനിമ എത്തിയിരിക്കുന്നു മലയാള ബോക്സ് ഓഫീസിൽ. എന്തായാലും തമിഴ്നാട്ടിൽ 5 ദിനങ്ങൾ കൊണ്ട് സിനിമയ്ക്ക് 101 കോടി എത്തി എന്നുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത്. അതായത് ഇന്നത്തോടെ സിനിമയ്ക്ക് 110 കോടിക്ക് മുകളിൽ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം നേടുന്ന ചിത്രമായി മാറുന്നു എന്നുള്ളതും അങ്ങനെ ഒരു ഡീറ്റെയിൽ കൂടെ നമുക്ക് ലഭിക്കുന്നു. 5 ദിവസത്തെ കണക്കുകൾ പ്രകാരം ചെറിയ വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടുമുണ്ട്. വേറെ ഒന്നുമല്ല, കേരളത്തിൽ 13 കോടി 89 ലക്ഷം രൂപ എന്നുള്ളതാണ് 5 ദിവസത്തെ കളക്ഷനായിട്ട് ചില അപ്ഡേറ്റുകളിൽ പറയുന്നത്. ചിലത് 6 ദിനങ്ങൾ കൊണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ള ചെറിയൊരു വേരിയേഷൻ. എന്താണേലും സിനിമ വലിയ താമസമില്ലാതെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 15 കോടി നേടും എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കിക്കപ്പെടുകയാണ്. ഇന്നും സിനിമയുടെ പ്രീസെയിൽ അല്ലെങ്കിൽ പ്രീസെയിൽ ടിക്കറ്റ് ബുക്കിംഗ് ഏകദേശം 2 കോടിക്ക് മുകളിലാണ് തമിഴ്നാട്ടിൽ എന്നുള്ളതാണ് സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത. ഇനി നേരെ നമുക്ക് കേരള ബോക്സ് ഓഫീസിൽ ഇതുവരെയുള്ള സിനിമയുടെ ട്രാക്കിങ്ങിലേക്ക് ഒന്ന് കടന്നു വരാം. ഇന്നലത്തെ സിനിമയുടെ ട്രാക്ക്ഡ് കളക്ഷനായി വന്നിരുന്നത് 48 ലക്ഷം രൂപ 48.70 ലക്ഷം രൂപയാണ്. അതായത് 58 ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് വന്നെങ്കിൽ ഇന്ന് വലിയ ഇടിവാണ്. 29 ലക്ഷം രൂപയോളം മാത്രമാണ് സിനിമയുടെ ഇതുവരെയുള്ള കളക്ഷൻ കാണിക്കുന്നത്. അതായത് ഒരു 35 ലക്ഷം രൂപ വരെ വരാം. അതായത് ഇന്നും സിനിമയ്ക്ക് 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ ഉണ്ടാകുമെന്നുള്ളതാണ്. ഇനിയും വരുന്ന ശനി ഞായറാണ്. ഈ ശനി ഞായറോട് കൂടി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. അതായത് ഇനി 4 ദിവസങ്ങൾ പിന്നിടാൻ നിൽക്കുന്നു. വ്യാഴം, വെള്ളി, ശനി, ഞായർ കഴിയുമ്പോൾ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് മൊത്തമായി 300 കോടിക്ക് മുകളിൽ നേടും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും സിനിമ അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. 6-ാം ദിനം മുന്നോട്ട് പോയ ചിത്രം 7-ാം ദിനത്തോടെ 263 കോടിക്കും 270 കോടിക്കും ഇടയിലായിരിക്കാം ഏറ്റവും കുറഞ്ഞതായി നിൽക്കാൻ പോകുന്നത്. അടുത്ത 4 ദിവസങ്ങളിൽ നിന്ന് തീർച്ചയായും സിനിമയ്ക്ക് നമ്മൾ ഒരു 30 തൊട്ട് 55-60 കോടി രൂപയോളം എക്സ്പെക്റ്റ് ചെയ്യണം. അതായത് 310 കോടി വരെ ശനി ഞായർ ദിനങ്ങളിലേക്ക് എത്താനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് മാത്രമായി സിനിമ ശനി ഞായറോടുകൂടി 150 കോടി കടക്കുമെന്നുള്ള പ്രതീക്ഷയുമാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 20 കോടിയിലേക്ക് ടച്ച് ചെയ്യപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. എന്താണെങ്കിലും ഒരു ലീക്ഡ് ചിത്രത്തിൻ്റെ ഏറ്റവും ഗംഭീരമായ കളക്ഷൻ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം.